നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, എല്ലാവർക്കും പായസം ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ക്യാരറ്റ് പായസം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് 4 ക്യാരറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പുറംതൊലിയെല്ലാം നമുക്ക് ഒരു പീലർ കൊണ്ടോ പിച്ചാത്തി കൊണ്ടോ ഇതേപോലെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. കരിന്തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റെല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ വലുപ്പത്തിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. പിന്നെ ചവ്വരി 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഈ ബൗളിന് 1 ബൗൾ ചവ്വരിയാണ് എടുത്തത്. അത് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ്. നമ്മൾ ചവ്വരി ഇതുപോലെ ചെയ്യുന്നത് പെട്ടെന്ന് വേകുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നേരം ചവ്വരി നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് നന്നായി ചൂടായി വരട്ടെ. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് നെയ്യിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. എല്ലാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് ഉണക്കമുന്തിരിയോടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റാം. ഇതിലേക്ക് ബദാമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പം മുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നട്ട്സ് ഏത് വേണമെങ്കിലും നമുക്ക് ഈ പായസത്തിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് കോരി എടുത്തിട്ടുണ്ട്. അതേ നെയ്യിലേക്ക് തന്നെ ഇട്ട് നമുക്ക് ക്യാരറ്റോടെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒരു പായസം കുടിക്കണമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്ന പായസമാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ക്യാരറ്റ് കഴിക്കാത്ത നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട്. ഇതേപോലെയൊക്കെ നമ്മൾ പായസം വെച്ച് കൊടുക്കണം. അതവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അവരുടെ ശരീരത്തിൽ അത്രയും വെജിറ്റബിൾസ് കൂടെ ചെല്ലുമല്ലോ. ക്യാരറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നെയ്യിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ പാലിലേക്ക് തന്നെ നമ്മൾ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. പാല് തിളച്ചു. പാലിലേക്ക് നമുക്ക് വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരിയുള്ള വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇതേപോലെ നമ്മളൊന്ന് ചേർത്ത് കൊടുത്ത് വെച്ചാൽ മതി. കുതിർത്തതിന് ശേഷം നമ്മൾ 2-3 പ്രാവശ്യം കഴുകിയാണ് ചവ്വരി എടുത്തത്. അതിൻ്റെ ഒരു പശയുണ്ട്. ആ പശ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ചവ്വരി വെന്ത് വരുന്ന നേരത്തിന് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് 250 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കുക. അതല്ല പഞ്ചസാര ചേർക്കുന്നവർക്ക് അവരവരുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നമ്മളിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. നമ്മൾ ചവ്വരി വെള്ളത്തിൽ ഇട്ട് കുതിർത്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചവ്വരി വേവിച്ചൊരു ഇതുപോലെ നല്ല മുത്തുമണി പോലെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ അതേപടി തന്നെ ഡ്രൈ ആയിട്ട് തന്നെ ഇടുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും ചവ്വരി വെന്ത് വരെ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഒരു 1 മണിക്കൂർ മുൻപെങ്കിലും വെള്ളത്തിലിട്ട് അതിന് കുതിർത്ത് വെക്കുക. കുതിർത്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചവ്വരി വെന്ത് കിട്ടും. വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചൗരിയും വെന്ത് വരട്ടെ. ആ സമയം ക്യാരറ്റും ചൗരിയും പാലും എല്ലാം കൂടെ നല്ല ഒരു കളർ കോമ്പിനേഷനായി വരും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേ രീതിയിലൊരു പായസമായിട്ട് മാറും. ശർക്കര എല്ലാം മെൽറ്റായി. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഒന്ന് തണുക്കട്ടെ. ചെറു ചൂടോടുകൂടെ വേണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ക്യാരറ്റ് പാലിലേക്ക് വെന്ത് ചേരുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് ഇതിനകത്തേക്ക് ക്യാരറ്റ് അരച്ച് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് നെയ്യിൽ വഴറ്റി ചേർത്താൽ മതി. നെയ്യിൽ വഴറ്റി ചേർക്കുമ്പോൾ നമുക്ക് പായസം കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് ഇങ്ങനെ നമുക്ക് വായിലിട്ട് കടിക്കാൻ കിട്ടുകയും ചെയ്യും. ഇതേപോലെ കിടക്കും. ക്യാരറ്റും ചവരിയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാനിയിൽ കൂടെ കിടന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് പരുവായി വരണം. പാനി നമ്മൾ എപ്പോഴും അരിച്ചേ ഒഴിക്കാവുള്ളൂ. അത് ചെറു ചൂടോടുകൂടി പാനി ഒഴിച്ചു കൊടുക്കാവുള്ളൂ. നമ്മൾ മെൽറ്റാക്കി ഉടനെ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. പാല് പിരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ചെറു ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ കിടന്നൊന്ന് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് എല്ലാം കൂടെ പരുവായി വരട്ടെ. അപ്പം നല്ല അടിപൊളി ക്യാരറ്റ് പായസം റെഡിയാകും. അതിൻ്റെ മധുരത്തിന് നമ്മൾ ശർക്കര പാനിയാണ് ചേർത്തത്. അതുകൊണ്ടാണ് ഒരു യെല്ലോ ഷെയ്ഡ് അല്പം കുറവായി തോന്നുന്നത്. പഞ്ചസാരയാണ് ചേർക്കുന്നെങ്കിൽ നല്ല യെല്ലോ ഷെയ്ഡ് തന്നെ ഉണ്ടാവും. നമ്മൾ ശർക്കരയാണ് പാനി ചേർത്ത് കൊടുത്തത് മധുരത്തിന്. ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 4 ഏലക്കയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ പൊടിച്ചതാണ്. അതുകൂടെ നമുക്ക് അതിനകത്ത് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ ആ പായസത്തിൻ്റെ മണമൊക്കെ ഒന്ന് കറക്റ്റായി വരുത്തുള്ളൂ. ഇത്രയും മതി. ഇനി ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. ഫ്ലെയിം ഓഫാക്കുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിലെ ക്യാരറ്റ് പായസം ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി കാണാം. താങ്ക്